മോചിതനായ പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ റൂബിൻലാലിന് ചാലക്കുടി പൗരാവകാശ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളിയിൽ നാട്ടുകാർ സ്വീകരണം നൽകി. വനം വകുപ്പിന്റെ കള്ളപ്പരാതിയിൽ അതിരപ്പള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്ത കേസിലാണ് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി റൂബിൻലാലിനെ റിമാൻഡ് ചെയ്ത് ഇരിങ്ങാലക്കുട സബ് ജയിലിൽ അടച്ചത്. പിള്ളപ്പാറ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ MS ശ്രീനി, അച്ചിൽത്തൊട്ടി ഊരിലെ ചെല്ലമ്മ, പാർവതി, ആനക്കയം ഊരിലെ ചന്ദ്രൻ മൂപ്പൻ, ജോസ് എന്നിവരും വിവിധ സാമൂഹ്യ പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളും ഹാരാർപ്പണം നടത്തി. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ച വിശദീകരണ യോഗം കെ വേണു ഉദ്ഘാടനം ചെയ്തു. CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. PK കിട്ടൻ, അച്ചിൽത്തൊട്ടി ഊരുമൂപ്പൻ പെരുമാൾ, വിൽസൺ മേച്ചേരി, KV ഷാജിലാൽ, ജോസ് വർക്കി, M മോഹൻദാസ്, പ്രശാന്ത്, പവിത്രൻ, ജോജോ, ജോഷി, സിസ്റ്റർ റോസ് ആൻഡോ, ഷാജു വാവക്കാട് എന്നിവർ സംസാരിച്ചു. റൂബിൻലാലിനെതിരെ കള്ളപ്പരാതി നൽകുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്ത ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടും വരെ സമരം തുടരുമെന്ന് യോഗം പ്രഖ്യാപിച്ചു. ഫലത്തിൽ ഈ അധികാരം കൈയാളുന്ന ഒരു ശക്തി എന്ന രീതിയിൽ അവസാനം അവര് തിരിച്ചു നിയമവിരുദ്ധമായ രീതിയിൽ തന്നെ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ട്രെയിനിങ് ഇങ്ങനെ മേധാവിത്വം നൽകുന്ന ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാനിടയായപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. പോലീസുകാർക്ക് ട്രെയിനിങ് നൽകുമ്പോൾ മൂന്നാം മുറ എന്ന് പറഞ്ഞാൽ മർദ്ദനങ്ങൾ അല്ലെങ്കിൽ അധികാര പ്രയോഗങ്ങൾ ഇതൊന്നും പൗരന്മാരുടെ മുകളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള പാഠം പഠിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. ഇവിടെ ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഒരുപാട് കഥകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. നിരന്തരം ഞങ്ങളൊക്കെ സമരം ചെയ്തപ്പോൾ വാളയാറിലൊക്കെ ഒരു SP 9-12 വയസ്സായ 2 കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക വേഴ്ചയ്ക്ക് പോയി എന്ന് പരസ്യമായി ഇതേ 24 ചാനൽ പറഞ്ഞിട്ട് അയാൾക്ക് DYSP SP ആയി അയാൾക്ക് IPS കിട്ടാൻ പോയി കേരളത്തിൽ കൊടുക്കാൻ പോയതാ. പിന്നെ കോടതി തൽക്കാലം തടഞ്ഞിരിക്കുക. എത്ര മോശമാണ്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട 2 പെൺകുട്ടികൾ, അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് 9-12 വയസ്സായ കുട്ടികളിൽ. അത് പറഞ്ഞ് SC വിഭാഗത്തിൽ അദ്ദേഹത്തിനെതിരെ എല്ലാ കേസും ഉണ്ട്. പോക്സോ കേസുണ്ട്, SC ST അതിക്രമത്തിലുള്ള കേസുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് DYSP ആയി SP ആയി IPS കിട്ടാൻ പോകുന്നു. ഇതുപോലെ നിരവധി. ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന വിഭാഗമാണ് നമ്മൾ തെരഞ്ഞെടുത്തയച്ചതാ. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നമ്മൾ ക്യൂ നിന്ന് വെയിൽ കൊണ്ട് മഴ കൊണ്ട് വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ച ആളുകളുണ്ട്. അവരൊന്നും കാണില്ല. ഈ നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്യാൻ പലപ്പോഴും അവരെ കാണുന്നില്ല എന്നതുകൊണ്ടാണ് കേരളത്തിലെ സിവിൽ സമൂഹം ഈ പറഞ്ഞ പോലെ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത്. ആ കൂട്ടായ്മകൾ മാത്രമാണ് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് നീതി കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന റൂബിൻലാൽ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റൂബിൻലാലിന് ഇത്രയും കൃത്യമായ നിയമലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർ, അതിന് കൂട്ടുനിന്നവർ, ഗൂഢാലോചന നടത്തിയവർ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കുന്നത് വരെ നമുക്ക് ഈ പോരാട്ടം തുടരണം. അപ്പൊ നമ്മളൊരു സ്വീകരണം കൊടുത്തു. ഈ സ്വീകരണം ഇത് റൂബിൻലാലിന് സ്വീകരണം മാത്രമല്ല, ഒരു പ്രഖ്യാപനമാണ്. കുറ്റവാളികൾ, അത് DF ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ഓഫീസറാണെങ്കിലും പോലീസ് ഓഫീസറാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഈ പോരാട്ടം ശക്തമായി തുടരണം. അത് നമ്മുടെ കൂട്ടായ്മ തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റൂബിൻലാലിന് നൽകിയ സ്വീകരണം വളരെ സന്തോഷം നൽകുന്നു, ആവേശം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഘാടകർക്ക് നന്ദി. ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി, അഭിവാദ്യം.
പ്രിയരെ, മൂക്കന്നൂർ MAGJ ആശുപത്രിയിൽ നിന്നും സ്നേഹാശംസകൾ. ഈ വരുന്ന ജൂൺ 10 മുതൽ 30 വരെ ഇവിടെ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് നടക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷനും പൾമനോളജി ഫങ്ഷൻ ടെസ്റ്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പരമാവധി ഇതിന്റെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.